ഞാൻ ഡോക്ടർ ദിവ്യ, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കല്ലിശ്ശേരി. ഫുഡ് അലർജി ഇന്ന് ലോകത്തിലുടനീളം 3 തൊട്ട് 6% വ്യക്തികളിൽ ഫുഡ് അലർജി കണ്ടുവരുന്നുണ്ട്. സോ എന്താണ് ഫുഡ് അലർജി? ഫുഡ് അലർജി എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ പ്രോട്ടീൻ കണ്ടൻസിനോട് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതികരിക്കുന്നതാണ് ഫുഡ് അലർജി. നമുക്ക് പ്രധാനമായും ഫുഡ് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മുട്ട, പാൽ, ഗോതമ്പ്, സീ ഫുഡ്, അതുപോലെ തന്നെ നട്ട്സ്, അതാണ് മെയിനായിട്ട് ഫുഡ് അലർജി ഉണ്ടാക്കുന്നത്. ഇന്ന് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലും ഫുഡ് അലർജി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുതിർന്നവരിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫുഡ് അലർജി കണ്ടുവരുന്നത്? ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാറുന്ന ജീവിതശൈലി തന്നെയാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ്, നമ്മൾ ഒത്തിരി നാൾ ഉപയോഗിക്കുന്ന ക്രോണിക്കായിട്ട് എടുക്കുന്ന മെഡിസിൻസ്, അത് നമ്മുടെ സ്റ്റിറോയിഡ് മരുന്നുകളാവാം, ആൻറ്റാസിഡ്സ്, അതായത് ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് ഉപയോഗിക്കുന്ന, ഗ്യാസ്ട്രൈറ്റിസിന് ഉപയോഗിക്കുന്ന മരുന്നുകളാവാം. ഇങ്ങനെയുള്ള മരുന്നുകളുടെ ഒത്തിരി നാളത്തെ ഉപയോഗം നമുക്ക് ഫുഡ് അലർജിക്ക് കാരണമാകാൻ സാധ്യതകളുണ്ട്. സോ ഫുഡ് അലർജി എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആക്ച്വലി ഫുഡ് അലർജി കണ്ടുപിടിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകത? കുട്ടികളിൽ പലപ്പോഴും നമ്മൾ ഫുഡ് അലർജി ഉണ്ടെന്ന് പറയുകയും ആ ഫുഡ് നമ്മൾ കൊടുക്കാതിരിക്കുകയും വരുമ്പോൾ അവർക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരുന്നത് ഭയങ്കര കോമൺ ആണ്. സോ അതിനാൽ ഫുഡ് അലർജി, അവർക്ക് ട്രൂ ആയിട്ടുള്ള ഫുഡ് അലർജി ഉണ്ടോ അതോ ഒരു ഫുഡ് ഇൻടോളറൻസ് മാത്രമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ട്രൂ ഫുഡ് അലർജി എങ്ങനെ തിരിച്ചറിയാം? അതായത് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്, ഫുഡ് അലർജി ഡയഗ്നോസിസ് ചെയ്യുന്നത് നമ്മൾ ഫുഡ് അലർജി ടെസ്റ്റിംഗ് വഴിയാണ്. സോ മെയിനായിട്ട് നമ്മൾ ഫുഡ് അലർജി കണ്ടുപിടിക്കുന്നത് പല ടെസ്റ്റുകളിലൂടെയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫുഡിൻ്റെ സ്കിൻ പ്രിക് ടെസ്റ്റ്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ നമ്മുടെ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫുഡിനോടുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ്. ഇത് മാത്രമല്ല ഫുഡിൻ്റെ അലർജി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. നമുക്ക് അതുകൂടാതെ ഈ ഒരു ടെസ്റ്റ്, ഫുഡ് അലർജി ടെസ്റ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ടുള്ള അലർജി ടെസ്റ്റിംഗ്, സ്പെസിഫിക് IG ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ CRD ടെസ്റ്റിങ്ങും നമ്മുടെ ബ്ലഡിൽ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ഗോൾഡ് ഡയഗ്നോസിസ് ഓഫ് ഫുഡ് അലർജി എന്ന് പറയുന്നത് ഫുഡ് ഓറൽ ചലഞ്ച് ടെസ്റ്റാണ്. ഇതൊരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ്. അത് ഒരു ഡയഗ്നോസിസിന് മാത്രമല്ല, ഒരു പരിധിവരെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഇന്ന് ഓറൽ ഫുഡ് ചലഞ്ച് ടെസ്റ്റ് അല്ലെങ്കിൽ ഓഫീസ് ഫുഡ് ചലഞ്ച് ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സോ ഈ ഓറൽ ഫുഡ് ചലഞ്ച് ടെസ്റ്റ് വഴി നമുക്ക് ഒരു വ്യക്തിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡിൻ്റെ പ്രോട്ടീൻ കണ്ടൻസ് ആഴ്ചയിൽ 3 അത് കൊടുക്കുകയും ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഫുഡ് അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് ഫുഡ് അലർജിക്ക് ഉപയോഗിക്കാമോ? നമുക്ക് FDA അപ്രൂവൽ പ്രകാരം നമ്മുടെ പീനട്ട് അലർജിക്ക് മാത്രമാണ് ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ വർദ്ധിച്ചു വരുന്ന ഫുഡ് അലർജി ഉള്ള ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥത്തിൽ ഫുഡ് അലർജി ഉണ്ടോ അതോ ഒരു ഫുഡ് ഇൻടോളറൻസ് മാത്രമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടതിന് നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.